അവിടെ വളരെ ഗംഭീരമായി ഒരു ബിസിനസ് പാർട്ടി നടക്കുകയാണ്. എല്ലാവരിലും നിന്ന് മാറി അവിടെ തനിച്ചു നിൽക്കുന്ന ഇന്ദു ദൂരെ നിന്ന് രഹസ്യമായി അരുണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അരുണാകട്ടെ മറ്റുള്ളവരുമായി സംസാരിക്കുന്ന തിരക്കിലാണ്. ഒടുവിൽ അരുണിന്റെ കണ്ണുകൾ തന്റെ നേർക്ക് നീണ്ടപ്പോൾ താൻ അവനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് വരുത്തി തീർക്കാൻ അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. അവൻ അവളെ ഒട്ടും കാര്യമാക്കാതെ ബിസിനസ് പാർട്ണറുമായി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അവൾ വീണ്ടും നോക്കിയപ്പോഴും അവൻ ബിസിനസ് കാര്യങ്ങൾ മുഴുകിയിരിക്കുന്നത് കണ്ട് അവൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഇതാണോ എൻ്റെ ഭർത്താവ്? പാർട്ടിക്ക് വന്നത് മുതൽ എന്നെ ഒട്ടും തിരിഞ്ഞു നോക്കാതെ കൂട്ടുകാരോട് കഥ പറയുന്ന തിരക്കിലാണ്. ഞാൻ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നത് അവൻ കാണുന്നില്ലേ? എനിക്ക് നല്ല ബോറടിക്കുന്നുണ്ട്. എങ്കിലും അരുൺ എൻ്റെ കരാർ ഭർത്താവ് മാത്രമാണല്ലോ. എൻ്റെ കോൺട്രാക്ട് ഭർത്താവ് മാത്രമായിരിക്കുമ്പോൾ എൻ്റെ ഭാവങ്ങളെ എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ കഴിയും? അവൻ എൻ്റെ സത്യത്തിലുള്ള ഭർത്താവൊന്നുമല്ലല്ലോ എന്നോർത്തവൾ തൻ്റെ കണ്ണുകൾ വട്ടം കറക്കി. അരുണും ഇന്ദുവും തമ്മിൽ കോൺട്രാക്ട് മാരേജ് ആയിരുന്നു. അരുൺ തന്നെയാണ് ഇന്ദുവിനെ വിവാഹം ചെയ്യാൻ ചോദിച്ചത്. അവൻ്റെ അച്ഛനും അമ്മയും അവൻ ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ട് അവന് കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായില്ല. അതുകൊണ്ട് അവൻ തൻ്റെ അടുത്ത കൂട്ടുകാരിയായ ഇന്ദുവിനെ ചോദിച്ചപ്പോൾ അവൾ ഉടനെ സമ്മതിച്ചു. അവനറിയാത്ത ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അവൾ അവനെ ഒത്തിരി കാലമായി രഹസ്യമായി സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ദു ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അരുണിനെ ഒരു പെൺകുട്ടി കെട്ടിപ്പിടിക്കുന്നത്. അവൾ വല്ലാതെ അത്ഭുതപ്പെട്ടു. അവളുടെ കണ്ണുകൾ വിടർന്നു. ആരാണ് ഈ പെൺകുട്ടി? എൻ്റെ അരുണിൻ്റെ കയ്യിൽ പിടിച്ചു അവൻ അവളുടെ അവൻ്റെ വിരലുകൾ പുറത്ത് അവനെ വല്ലാതെ സ്പർശിച്ചാണല്ലോ സംസാരിക്കുന്നത്. അരുണിൻ്റെ കൂടെ മറ്റൊരു പെൺകുട്ടി അത്രയും അടുത്ത് നിൽക്കുന്നത് ഇന്ദുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ്റെ കൈപ്പിടിച്ച് തൻ്റെ അടുത്തേക്ക് വലിച്ചു. അതോടെ അരുണിൻ്റെ കൈമേലുള്ള ആ പെൺകുട്ടിയുടെ പിടി അയഞ്ഞു. അരുൺ, നമുക്ക് വീട്ടിൽ പോകാമോ? അവൾ ചോദിച്ചു. അവൻ ആശയക്കുഴപ്പത്തോടെ നോക്കി പറഞ്ഞു, പക്ഷേ ഇന്ദു, നമ്മളിപ്പോൾ എങ്ങനെ അങ്ങനെ പോകും? എനിക്കിവിടെ ഒരുപാട് പേരെ കാണാനുണ്ട്. അതിനിടയിൽ ആ പെൺകുട്ടി കുറച്ച് ഇഷ്ടക്കേടൊക്കെ പുരുക്കം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. ബോസ്, ആരാ ഈ പെൺകുട്ടി? ഇവൾ എൻ്റെ ഭാര്യയാണ്, ഇന്ദു. അത് കേട്ടവൾ വായ പൊളിച്ചു നിന്നുപോയി. ഭാര്യയോ? അപ്പോൾ അരുൺ കോൺട്രാക്ട് മാരേജ് കഴിച്ചത് ഇവളെയാണോ എന്ന രീതിയിൽ അവൾ നോക്കി. അരുൺ, ആരാ ഇത്? ഇന്ദു ചോദിച്ചു. ഞാൻ ബോസിൻ്റെ ആണ്, പേര് ശാലിനി. ഇത് കേട്ട് ഇന്ദു ഓഹോ എന്ന മട്ടിൽ തലയാട്ടി. ഓ, അതുകൊണ്ടാണല്ലേ ഇവൾ അരുണിൻ്റെ മേത്ത് വീഴുന്നത്, ഇത്ര ഫ്രീ ആയിട്ട് കെട്ടിപ്പിടിക്കുന്നത്? അവൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. സൗകര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കണ്ടില്ലേ? എങ്കിലും ഒരു അന്യപുരുഷനെ ഇങ്ങനെ തൊടാൻ അവൾക്ക് എങ്ങനെ തോന്നുന്നു? എന്തൊക്കെയാണെങ്കിലും എനിക്ക് ആ പെണ്ണിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ? ശരീരം മുഴുവൻ കാണിക്കുന്ന തരത്തിലുള്ള ഒന്നാണ്. ആ കൊഞ്ചിക്കൊഴിഞ്ഞുള്ള പെരുമാറ്റം കണ്ടില്ലേ? വല്ലാത്തൊരാരോചകം. ഇന്ദു ഉള്ളാലെ ശാലിനിയെ ശപിച്ചുകൊണ്ട് വെറുപ്പോടെ ആലോചിച്ചു. അപ്പോഴാണ് അരുൺ വന്ന് പറഞ്ഞത്, ബോസ്, നമ്മൾ മിസ്റ്റർ ജോണിനെയും കൂടി കാണണമെന്നുണ്ട്. എൻ്റെ കൂടെ വരൂ. അത് കേട്ട ഉടനെ ശാലിനി പറഞ്ഞു, അരുൺ, എനിക്കിവിടെ വല്ലാതെ ബോറടിക്കുന്നുണ്ട്. നീ എൻ്റെ കൂടെ തന്നെ ഇരിക്കും. ഇന്ദു ഉടൻ തന്നെ അതിലിടപെട്ട് പറഞ്ഞു, അയ്യോ മാഡം, മിസ്റ്റർ ജോൺ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ദയവായി ഒന്ന് മനസ്സിലാക്കൂ. അതെ, നീ പറഞ്ഞു തികച്ചും ശരിയാണ്. അത് കേട്ടതും ശാലിനി ഒരു വല്ലാത്ത ക്രൂരമായ നോട്ടത്തോടെ ഇന്ദുവിനെ നോക്കി. ആ നോട്ടം ഇന്ദുവിന് വല്ലാത്ത ദേഷ്യമുണ്ടാക്കി. നോക്കൂ അരുൺ, നീ എങ്ങോട്ടും പോകരുത് എന്ന് ശാലിനി ശാഠ്യം പിടിച്ചു. ബോസ്, അദ്ദേഹം നിങ്ങളെക്കുറിച്ച് മുൻപോൾ അന്വേഷിച്ചിരുന്നു. എൻ്റെ കൂടെ വരൂ. മാഡം ഇവിടെ തന്നെ ഉണ്ടായിരിക്കുമല്ലോ, എങ്ങും പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദു തടയാൻ നോക്കിയിട്ടും അരുൺ അവളെയും കൂട്ടി അവിടെ നിന്ന് നടന്നു. ഇത് കണ്ട് ഇന്ദു അവൾക്ക് കടുത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. മിസ്റ്റർ ജോണും അരുണും തങ്ങളുടെ പുതിയ ബിസിനസ് ആശയക്കുഴപ്പങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയായിരുന്നു. അതിനിടയിൽ അരുൺ അറിയാതെ ശാലിനി പതിയെ അവിടെ നിന്ന് മാറി. അവൾ മേശപ്പുറത്തിരുന്ന ഒരു ഡ്രിങ്ക് എടുത്തു. അതിൽ രഹസ്യമായി ഒരു വയാഗ്ര ഗുളിക കലർത്തി. അത് മിക്സ് ചെയ്യുന്നതിൽ ഒരു കുതന്ത്ര ചിരിയോടെ അവൾ സ്വയം മനസ്സിൽ വിചാരിച്ചു. ഞാൻ അരുണിനെ കൈക്കലാക്കാൻ ഒരുപാട് തവണ ശ്രമിച്ചതാണ്. പക്ഷെ അവൻ എന്നെ ഒരു ഗോനിക്കവ് പോലും ചെയ്തില്ല. ആ ഒരു കണ്ണോടെ എന്നെ നോക്കിയിട്ട് പോലുമില്ല. ഈ രാത്രിയിലാണ് എൻ്റെ അവസാനത്തെ അവസരം. എന്ത് വില കൊടുത്തും അരുണിനെ ഇന്ന് എൻ്റേതാക്കണം. അതുകൊണ്ട് തന്നെയല്ലേ മുൻകരുതലായി ഞങ്ങൾ ഇരുവർക്കും വേണ്ടി ഈ ഹോട്ടലിൽ ഞാനൊരു സ്പെഷ്യൽ റൂം കൂടി ബുക്ക് ചെയ്തത്. പക്ഷേ എനിക്കധികം സമയമില്ല. അവൻ്റെ ഭാര്യ വീണ്ടും വന്ന് എൻ്റെ പ്ലാൻ പൊളിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ശാലിനി മനസ്സിൽ വിചാരിച്ചു. അവരുടെ സംഭാഷണത്തിൽ നല്ല താല്പര്യമുള്ളതുപോലെ അഭിനയിച്ച് അവൾ അരുണിൻ്റെ അരികിൽ തന്നെ നിന്നു. കറക്റ്റ് ആ സമയത്താണ് മിസ്റ്റർ ജോൺ അരുണുമായി സംസാരിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോയത്. അയാൾ പോയ ഉടനെ ശാലിനി താൻ മിക്സ് ചെയ്ത ഡ്രിങ്ക് അരുണിന് നേരെ നീട്ടി.
പക്ഷെ അരുൺ അത് വാങ്ങിക്കൊടുക്കാൻ നിൽക്കാതെ ഇതെന്താണ് എന്ന ഭാവത്തിൽ പുരുകമുയർത്തി അവളെ നോക്കി. അവൾ പെട്ടെന്ന് കാര്യം ഒപ്പിച്ചു. അല്ല ബോസ്, നിങ്ങളെ കണ്ടിട്ട് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഈ ഡ്രിങ്ക് അല്പം കുടിക്കും. അവൾ തൻ്റെ കൊഞ്ചൽ കലർന്ന ശൈലിയിലാണ് അത് പറഞ്ഞത്. ഇന്ദുവിന് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഞാനിത് അവൾക്ക്. അരുൺ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് അവൾ തടസ്സപ്പെടുത്തി. അയ്യോ വേണ്ട വേണ്ട, നിങ്ങൾ ഇത് കുടിക്കും ബോസ്. അവൾ റെസ്റ്റ് റൂമിലേക്ക് പോയിരിക്കുകയല്ലേ. മേഡത്തിന് വേണമെങ്കിൽ ഞാൻ വേറെയൊന്നും ഉണ്ടാക്കിത്തരാം. ആദ്യം നിങ്ങൾ ഇതങ്ങ് കുടിക്ക്. അവൾ വിക്കി വിറച്ച് സംസാരിച്ചു. അരുൺ ശരിയാണെന്ന മട്ടിൽ തലയാട്ടിക്കൊണ്ട് അതിലെന്തോ കലർത്തിയുണ്ടെന്ന് ഒട്ടും സംശയിക്കാതെ ആ ഡ്രിങ്ക് കുടിച്ചു തീർത്തു. അതിനുശേഷം അയാൾ പറഞ്ഞു, ഞാൻ ഇന്ദുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവൾ അവിടെ തനിച്ചാണ്. ഇത് കേട്ടതും അവനെ എങ്ങനെയും തടയാൻ വേണ്ടി ശാലിനി പരമാവധി ശ്രമിച്ചു നോക്കി. പക്ഷെ അപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അതോടെ തൻ്റെ പ്ലാൻ വിജയിക്കുമോ ഇല്ലയോ എന്നോർത്ത് നിരാശയും ഭയഭ്രാന്തിയും കലർന്ന വികാരങ്ങളോടെ അവൾ തെരിച്ചു നിന്നുപോയി. അരുണിന് ഉള്ളിൽ എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി തുടങ്ങി. പക്ഷെ അയാൾ പാർട്ടിയിൽ ഇന്ദുവിനെ തിരയുന്ന തിരക്കിലായതുകൊണ്ട് അതത്ര കാര്യമാക്കിയില്ല. അപ്പോഴാണ് ശാലിനി അയാളുടെ അടുത്തേക്ക് വന്നത്. ശാലിനി, ഇന്ദു എവിടെയുണ്ട് എന്ന് അയാൾ ചോദിച്ചു. അത് കേട്ടപ്പോൾ ശാലിനി മനസ്സിൽ വിചാരിച്ചു, ഓഹോ, അപ്പോൾ ആ ടാബ്ലറ്റ് ഇതിനകം തന്നെ പണി തുടങ്ങിയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ അയാൾ തൻ്റെ ഭാര്യയെ തിരയുന്നത്. കമോൺ ശാലിനി, വേഗം ഈ അവസരം മുതലാക്കിക്കോ. ബോസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? എന്നോട് പറയൂ, ഞാൻ ഇവിടെയുണ്ടല്ലോ, അവൾ ചോദിച്ചു. നിങ്ങളെപ്പോലെയുള്ള VIP ഗസ്റ്റുകൾക്കായി ഇവിടെ റൂമുകൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? അവൾ തൻ്റെ ഡ്രസ്സ് അല്പം താഴ്ത്തിക്കൊണ്ട് തൻ്റെ ശരീരഭംഗി കാണിച്ച് അയാളെ പ്രകോപിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അവനുള്ളിൽ ഭയങ്കര ദേഷ്യവും അസ്വസ്ഥതയും തോന്നുന്നുണ്ടായിരുന്നു. അവൾ അതൊന്നും ഒട്ടും കാര്യമാക്കാതെ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഇന്ദുവിനെ കുറിച്ച് മാത്രമാണ് ചോദിക്കുന്നത്. പല്ലുറമ്മിക്കൊണ്ട് അവൾ തുടർന്നു. ഓഹോ, നിങ്ങളോട് പറയാൻ മറന്നുപോയി, അവൾ എപ്പോഴേ വീട്ടിലേക്ക് പോയി. അത് കേട്ട് അവൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്ത്, ഒറ്റക്കാണോ? അവൻ അത്ഭുതപ്പെട്ട് ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് തടാൻ നോക്കിയെങ്കിലും അവൻ കൈ തട്ടിമാറ്റി. തൻ്റെ ഭാര്യയെ തിരഞ്ഞുപോയി. ഓ ഷിറ്റ്, അവൻ ആ പെണ്ണിന് എന്തിനാ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അവളെ അല്ലാതെ വേറെ ആരെയും തൊടുക പോലും ചെയ്യുന്നില്ലല്ലോ. ഇത് വെറുമൊരു കോൺട്രാക്ട് വൈഫ് മാത്രമാണ്. പക്ഷെ അവൻ പെരുമാറുന്നത് കണ്ടാൽ എന്തോ ഒറിജിനൽ വൈഫിനോട് പെരുമാറുന്നത് പോലെയാണ്. പക്ഷേ എൻ്റെ പ്ലാനൊക്കെ പാളിയല്ലോ. സ്വന്തം ബെഡ്റൂമിലേക്ക് വന്ന ഉടനെ എന്തു ചിന്തിക്കാൻ തുടങ്ങി. അരുൺ എന്തിനാ ആ പെണ്ണ് പറഞ്ഞത് മാത്രം കേട്ടത്? ഞാൻ പറഞ്ഞതൊട്ടും കേൾക്കാതെ എന്നോടൊപ്പം ഇവിടെ തന്നെ ഇരിക്കാൻ അവനോട് പറഞ്ഞതൊക്കെ വെറുതെ ആയിപ്പോയി. അവൾ ദേഷ്യത്തോടെ മുറിയിൽ ചെന്ന് ഹെയർ ക്ലിപ്പോൾ ഓരോന്നായി ഊരിയെടുത്ത് സ്വയം പിറുപിറുക്കുകയായിരുന്നു. കലിപ്പിൽ നിൽക്കുമ്പോഴാണ് അരുൺ അകത്തേക്ക് വരുന്നത് അവൾ കണ്ടത്. അവൻ്റെ ഭാവം കണ്ടതും അവൾക്കാകെ കൺഫ്യൂഷനായി. ആകെ മറിയതുപോലെ ഉണ്ടായിരുന്നു അവൻ. ശരീരം മുഴുവൻ ഉയർക്കുന്നുണ്ടായിരുന്നു. മുഖമൊക്കെ ചുവന്നു തൊടുത്ത് ഉള്ളിൽ എന്തോ വലിയൊരു ദേശം അമർത്തിപ്പിടിക്കുന്നത് പോലെയാണ് അവൻ്റെ മുഖഭാവം. അവൻ തൻ്റെ ആകെ ആ ഒതുക്കം കെട്ടുമ്പോൾ പുറകോട്ട് കോതിയൊതുക്കിക്കൊണ്ട് ചോദിച്ചു, എന്നെ ഇവിടെ ഒറ്റക്കാക്കി നീ എന്തിനാ തന്നെ വീട്ടിൽ പോകുന്നത്? അവൾ വിട്ടുകൊടുക്കാതെ തിരിച്ചടിച്ചു. അവൾ നിന്നെ അവളുടെ കൂടെ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ നീ എന്തിനാ സമ്മതിച്ചത്? അവളുടെ ചോദ്യം കേട്ടതും അരുൺ ദേഷ്യം കൊണ്ട് പല്ലുറമ്മി അവളുടെ നേർക്ക് നടന്നു വന്നു. അതുകൊണ്ടതും അവളുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. ഉള്ളിലൊരു വിറയൽ തോന്നി. എങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവൾ ഭാവവ്യത്യാസമില്ലാതെ അഭിനയിച്ചു. ഓഹോ, എന്നെ ഇട്ടേച്ചു പോകാൻ ഇതൊരു കാരണമാണോ? അവൻ അവളൊന്നും മാറിട്ടൊരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞു. അതെ, എനിക്കത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. എൻ്റെ കൂടെ നിൽക്കാൻ അത്രയധികം കെഞ്ചി ചോദിച്ചിട്ടും നീ എന്നെ ഇട്ടു പോയില്ലേ? തലയിലേക്ക് ഇളക്കിക്കൊണ്ട് പറഞ്ഞു. എന്തു വെറുതെ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചു കൂട്ടല്ലേ? പക്ഷെ അവൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നീ എന്നെ അത്ര പെട്ടെന്ന് ഉപേക്ഷിച്ചു കളഞ്ഞു. എനിക്കൊരു കാര്യം അറിയണം, ഞാൻ നിന്റെ യഥാർത്ഥ ഭാര്യയെന്നെങ്കിൽ നീ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിട്ടു പോകുമായിരുന്നു? അവൻ മറുപടിയൊന്നും പറയാതെ മിണ്ടാതിരുന്നു. ആ നിശബ്ദത അവളുടെ സങ്കടം ഇരട്ടിയാക്കി. എനിക്ക് മനസ്സിലായി, ഞാൻ വെറുമൊരു കോൺട്രാക്ട് ഭാര്യയല്ലേ. അതേസമയം ഞാൻ നിന്റെ സ്വന്തം ഭാര്യയായിരുന്നെങ്കിൽ നീ എന്നെ ഒരിക്കലും ഇങ്ങനെ വിട്ടുപോകുമായിരുന്നില്ല. അവൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവൻ പെട്ടെന്ന് അവളുടെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടുകളിൽ ബന്ധിച്ചു. ആ വേഗതയിൽ അവൾ കട്ടിലേക്ക് പിന്നോട്ട് മലർന്നു വീണു. അരുൺ അവളുടെ മേലേക്ക് വീണു. അർഹതരായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ അവൻ അവളെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കാതെ അവൾ പൂർണ്ണമായും സ്തംഭിച്ചു പോയി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തൻ്റെ നഗ്നമായ ശരീരത്തിൽ ഒരു പുതപ്പ് പുതച്ചിരിക്കുന്നത് കണ്ട് ഇന്ദുവിൻ്റെ മുഖം ചുവന്നു തൊടുത്തു. അവൾ വേഗത്തിൽ പുതപ്പ് മുകളിലേക്ക് വലിച്ചിട്ട് നോക്കി.
അവളുടെ അരികിൽ അരുൺ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. അവൾ കട്ടിലിൽ നിന്നിറങ്ങി കുളിക്കാൻ പോയി. കുറച്ചു കഴിഞ്ഞ് അടുക്കളയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴും അവളുടെ മനസ്സ് മുഴുവൻ തലേ ദിവസം രാത്രി നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയിലായിരുന്നു. പെട്ടെന്ന് അരുൺ പുറകിലൂടെ വന്ന് അവളുടെ തോളിൽ തട്ടിയത് അവൾ ഞെട്ടിപ്പോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഇരുവർക്കും പരസ്പരം കണ്ണുകളിൽ നോക്കാൻ ഒരു ബുദ്ധിമുട്ട്. അരുൺ അവളുടെ നോട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അത് പറ്റിയില്ല. ഒടുവിൽ അവൻ്റെ തൊണ്ട എനിക്ക് സംസാരിച്ചു തുടങ്ങി. നിന്റെ മനസ്സ് എവിടെയാണ്? ഞാൻ ഇതിനോടകം 2 തവണ വിളിച്ചു, നീ കേട്ടില്ലേ? അവൾ ശൂന്യമായ മുഖത്തോട് അവനെ നോക്കി മറുപടി പറഞ്ഞു. ഞാൻ ജസ്റ്റ് അതെ ഒന്നുമില്ല. അവളുടെ പരിഭ്രമം ശ്രദ്ധിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഇന്നലെ രാത്രി ഞാൻ അവൻ്റെ വാക്ക് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഇടയിൽ കയറി അവൾ പറഞ്ഞു. അരുൺ, ഞാൻ ആ ടൈപ്പ് ഞാൻ മറന്നുപോയി. അവൻ്റെ വാക്ക് പോലും കേൾക്കാതെ നിൽക്കാതെ അവൾ വേഗത്തിൽ അവിടെ നിന്ന് മാറി. അല്ല, ഇവിടെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ തന്നെയല്ലേ പോകുന്നത്? അവൻ ആലോചിച്ചു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അരുൺ ചെയറിലിരുന്ന് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ അവന് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പിക്കൊണ്ട് ഒന്നും അറിയാത്തതുപോലെ സാധാരണതയിൽ പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ തലേ ദിവസം രാത്രി നടന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു വല്ലാത്ത അസ്വസ്ഥത അവൾക്കുണ്ടായിരുന്നു. എന്നിട്ടും അരുണിൻ്റെ നോട്ടം തൻ്റെ മേൽ തന്നെ പതിഞ്ഞു നിൽക്കുന്നത് കണ്ട് അവൾക്ക് ചെറിയൊരു പരിഭ്രമം തോന്നി. എങ്കിലും അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ അവൾ അഭിനയിച്ചു. നീയും കൂടി ഇരിക്കും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അവൾ ഒരു ചമ്മലോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് വിശപ്പില്ല, നീ കഴിച്ചോളൂ. അവൻ ആകെ ആശങ്കയോടെ അവളെ നോക്കി. എന്താ പറ്റിയേ? നിനക്ക് വയ്യേ? ഞാൻ നിന്നെ വിശപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്തു? അവൾ ഒന്നുമില്ലെന്ന മട്ടിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ഏയ്, അതൊന്നുമില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം, അത്രയേ ഉള്ളൂ. തലേ ദിവസം രാത്രിയിലെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ആ വിഷയം മാറ്റിക്കളഞ്ഞു. അവളുടെ ഉദ്ദേശം മനസ്സിലാക്കിയവൻ കൂടുതൽ ചോദിച്ചുകളൊന്നും ചോദിച്ചില്ല. അവൾക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിൽ മറ്റൊരു കാര്യം സംസാരിക്കാൻ തുടങ്ങി. ഒരു CEO എന്ന നിലയിൽ എനിക്ക് ഒത്തിരി ജോലികളുണ്ട്. അതുകൊണ്ട് നിന്റെ കൂടെ അധിക സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല. എന്നെ മനസ്സിലാക്കിയെന്ന ഭാവത്തിൽ അവൾ കണ്ണുകൾ ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും സാരമില്ല, എനിക്ക് മനസ്സിലാകും. അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. അവന് ദീർഘനിശ്വാസമെടുത്ത് വീണ്ടും തുടർന്നു. നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. മിസ്റ്റർ ജോണുമായി ഒരു വലിയ ഡീൽ ഉള്ളതുകൊണ്ട് എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ടതുണ്ട്. തിരിച്ചെത്താൻ കുറച്ച് ദിവസങ്ങളെടുക്കും. അത് കഴിഞ്ഞിട്ട് കൊറിയയിലുള്ള എൻ്റെ അച്ഛനെയും അമ്മയെയും കൂടി പോയി കാണാം. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് മുൻപത്തേക്കാൾ ഞാൻ കൂടുതൽ ബിസിയാകും. നിന്നെ ഇങ്ങനെ തനിച്ചാക്കി പോകുന്നത് ശരിയല്ലെന്നറിയാം. പക്ഷെ വേറെ വഴിയില്ല, അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അതിനെന്താ, കുഴപ്പമില്ല. അവൾ മിണ്ടാതെ തലയാട്ടി. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. അരുൺ തൻ്റെ ബിസിനസ് തിരക്കുകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഇന്ദുവിനോട് ഫോണിൽ സംസാരിക്കാൻ പോലും അവന് സമയം കിട്ടാറില്ലായിരുന്നു. എങ്കിലും അവൻ്റെ സാഹചര്യം മനസ്സിലാക്കിയവൾ ഒരിക്കലും അവനെ നിർബന്ധിക്കുകയോ സമ്മതത്തിലാക്കുകയോ ചെയ്തില്ല. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. ഒരു ദിവസം അതിരാവിലെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് കയ്യിൽ പിടിക്കുമ്പോൾ ഇന്ദുവിൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആ നിമിഷം അവളുടെ ചുണ്ടിൽ നിന്ന് ആനന്ദക്കണ്ണീരോടെ ഒരു സന്തോഷ വിളിയുയർന്നു. യെസ്, ഞാൻ പ്രഗ്നൻ്റാണ്. എനിക്കിത് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല. ഓ ഗോഡ്, ഈ കാര്യം അരുണിനോട് ഇപ്പോൾ തന്നെ പറയണം. ഇന്ദു കട്ടിലിൽ മുട്ടുകുത്തിയിരുന്ന് ഫോണെടുത്ത് അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷെ അവൻ ഫോണെടുത്തില്ല. സന്തോഷം കൊണ്ട് അവളുടെ മനസ്സ് തുള്ളിച്ചാടുകയായിരുന്നു. എന്നാൽ ആ സന്തോഷം പങ്കുവെക്കാൻ അടുത്ത ആരുമില്ലാത്തത് കൊണ്ട് അവൾ അവനൊരു മെസ്സേജ് അയക്കാൻ തീരുമാനിച്ചു. അവൾ അരുണിന് മെസ്സേജ് സെൻഡ് ചെയ്തു. അരുൺ, ഞാൻ പ്രഗ്നൻ്റാണ്. നീ ഒരു അച്ഛനാകാൻ പോവുകയാണ്. പ്ലീസ് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ, എനിക്ക് നിന്നെ കാണാം. ഫോൺ മാറ്റിവെച്ച് അവൾ തലയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്വയം പറഞ്ഞു. തീർച്ചയായും എൻ്റെ മെസ്സേജ് കാണുമ്പോൾ അരുണിന് എന്നേക്കാൾ കൂടുതൽ സന്തോഷമാകും. പക്ഷേ പെട്ടെന്നൊരു ചിന്ത വന്നതും അവളുടെ ആ ചിരി മാഞ്ഞു. പക്ഷേ ഞങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിലുള്ള ഒരു ദമ്പതികളല്ലല്ലോ. അവൻ എന്നെ കോൺട്രാക്ട് ഭർത്താവ് മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ അവൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? അവൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. പക്ഷെ അത് അരുണിൻ്റെ അടുത്തു നിന്നായിരുന്നില്ല, അവരുടെ വക്കീലിൻ്റെ അടുത്തു നിന്നായിരുന്നു. അവരുടെ കോൺട്രാക്ട് മാരേജ് നാളെയോടെ അവസാനിക്കുകയാണെന്നും അടുത്ത നടപടിക്കായി തയ്യാറാകണമെന്നുമാണ് അതിൽ ഉണ്ടായിരുന്നത്. അതോടെ അവളുടെ സന്തോഷമെല്ലാം വരും വരകളെക്കുറിച്ചുള്ള എണ്ണമറ്റ ചോദ്യങ്ങളായി മാറി. ഇനി അവളുടെ ജീവിതം ഏത് വഴിക്കാണ് പോകുക? അപ്പോൾ ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്? അരുണിനൊപ്പം ഉണ്ടാവും, അത് അരുണുമായി പിരിയേണ്ടി വരുമോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ അവിടെ ഇരിക്കുമ്പോൾ അരുണിൻ്റെ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. എന്താടാ, തമാശ പറയുകയാണോ?
ഞാൻ കാരണമാണോ നീ ഗർഭിണിയായത്? എനിക്കും നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനും യാതൊരു ബന്ധമില്ല. നീ വെറും എൻ്റെ കോണ്ടാക്ട് ഭാര്യയാണ്. നീ അത് മറക്കണ്ട, മനസ്സിലായോ? മെസ്സേജ് വായിച്ച് അവളുടെ കയ്യിലുള്ള ഫോൺ താഴേക്ക് വീണു. കണ്ണിൽ നിന്ന് അപ്പോഴേക്കും കണ്ണുനീർ ഒഴുകിയിരുന്നു. അതുകൊണ്ട് അവൾ അവിടെ വീണുപോയി. ഇതെല്ലാം എൻ്റെ തെറ്റാണ്. അന്ന് ഞാൻ അവനെ എന്നെ തൊടാൻ അനുവദിക്കരുതായിരുന്നു. ഇല്ല, അരുൺ എന്നെ അവൻ്റെ യഥാർത്ഥ ഭാര്യയായി കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കരുതായിരുന്നു. അവൾ മുഖം മറച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞു. എനിക്കിവിടെ ഇനി ഒരു ദിവസം പോലും നിൽക്കാൻ കഴിയില്ല. കണ്ണുരുപ്പിക്കൊണ്ട് അവൾ കണ്ണുകൾ തുളച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൻ്റെ ഓർമ്മ വരാതിരിക്കാൻ ഒരു സാധനം പോലും അവൾ കൂടെ എടുത്തില്ല. മറുവശത്ത് ശാലിനി മനസ്സിൽ ചിരിച്ചുകൊണ്ട് അരുണിൻ്റെ ഫോണിൽ നിന്നും ചാറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. പാവം എന്തു. പക്ഷെ ഞാൻ ഭാഗവതിയാണ്. ഇപ്പോൾ എനിക്കും അരുണിനും ഇടയിൽ ആരുമില്ല. അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ എനിക്കൊരവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. ഭാര്യ തന്നെ വിട്ടുപോയെന്നറിഞ്ഞ് അവൻ തകർന്നിരിക്കുമ്പോൾ ഞാൻ അവൻ്റെ ജീവിതത്തിലേക്ക് കയറിപ്പറ്റും. അവൾ സ്വയം കൊണ്ടിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവൾ അത് അവസാനിപ്പിച്ചത്. കാരണം അരുൺ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അരുൺ നേരെ വന്ന് എൻ്റെ ഭാര്യയുടെ ഫോൺ കോളോ മെസ്സേജുകളോ വന്നിട്ടുണ്ട് എന്ന് ചോദിക്കുന്നത് ശാലിനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൾ അരുണിന് ഫോൺ തിരികെ നൽകുമ്പോൾ അവളുടെ മുഖത്തൊരു വക്രബുദ്ധിയോടുള്ള ചിരി മിന്നി മറഞ്ഞു. ഇല്ല ബോസ്, അവൾ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു. ഓ ശരി, നമ്മൾ ഇന്ത്യയിലേക്ക് തിരികെ പോവുകയാണ് എന്ന് അരുൺ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടിപ്പോയി. എന്താ ബോസ് ഇത്ര ധൃതി? ഞാൻ ഇന്ദുവിനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അവളോട് പറയാതെ ചെന്നൊരു സർപ്രൈസ് കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെ എനിക്ക് അവളോടൊപ്പം സമയം ചിലവെക്കാൻ പറ്റിയിട്ടില്ല. ഇനി മുതലെങ്കിലും കാര്യങ്ങളെല്ലാം മാറ്റിയെടുക്കണം എന്ന് അരുൺ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശാലിനിയുടെ മുഖത്ത് ദേഷ്യം വന്നെങ്കിലും അവളതൊരു കപട ചിരി കൊണ്ട് മറച്ചു പിടിച്ചു. അരുൺ നാട്ടിലെത്തി വക്കീലുമായി സംസാരിക്കുകയായിരുന്നു. വക്കീൽ സംസാരിക്കുന്നതിനിടയിൽ അരുൺ, നോ സാർ. പക്ഷേ മിസ്റ്റർ അരുൺ, അവർ അപ്പോഴേക്കും ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. അരുൺ തലവശങ്ങളുടെ കാട്ടിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, അവൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി? ഞാൻ എന്താണ് ചെയ്തതെന്ന് അവൾക്ക് ചുരുങ്ങിയതൊന്ന് പറയാമായിരുന്നല്ലോ. ഞാനിപ്പോൾ തന്നെ അവളോട് ചോദിക്കും. ഞാൻ ഇതിന് സമ്മതിക്കില്ല. അവളെ എന്നിൽ നിന്നും പോകാൻ ഞാൻ അനുവദിക്കില്ല. അവൻ അവൾക്ക് ഫോൺ ചെയ്യാൻ ആഞ്ഞു. പക്ഷേ ശാലിനി വേഗത്തിൽ വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. ബോസ്, ദയവ് ചെയ്ത് അവളെക്കുറിച്ച് മറന്നേക്കൂ. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. ഉടനെ തന്നെ അവൾ അവൻ്റെ തോളിൽ നിന്നും കൈ പിൻവലിച്ചു. അത്രയുമായപ്പോഴേക്കും വേലക്കാരി വന്ന് സംസാരിച്ചു. സാർ, മാഡം ഫോൺ പോലും കൊണ്ടുപോയിട്ടില്ല. ഇത് നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടാണ് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അരുണിന് ഫോൺ എടുത്തു നൽകി. അവനത് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ഷോക്കടിച്ചതുപോലെ അവൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. അവന് മുന്നിൽ ആദ്യം തെളിഞ്ഞത് അവരുടെ ചാറ്റിംഗ് ആയിരുന്നു. ബോസ്, എന്താ പറ്റിയത് എന്ന് ശാലിനി പരിങ്ങി ചോദിച്ചേയുള്ളൂ. അരുൺ അവളുടെ കവളത്തൊന്ന് പൊട്ടിച്ചു. ഒരു മറു ചോദ്യവും ചോദിക്കാൻ സമ്മതിക്കാതെ അവൻ വീണ്ടും അടയ്ക്കാൻ ഓങ്ങിയെങ്കിലും സ്വയം നിയന്ത്രിച്ചു പിൻവാങ്ങി. എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി ചോദിച്ചു. നിങ്ങളീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നിരപരാധിയാണ്. അവൾ അഭിനയിക്കാൻ തുടങ്ങിയതും അവൻ തടഞ്ഞു. ഓർത്തു വെച്ചോ, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എത്രത്തോളം അപകടകാരിയുമെന്ന്. അതുകൊണ്ട് എന്നോട് വീണ്ടും കള്ളം പറയാൻ നോക്കേണ്ട. എൻ്റെ ഭാര്യയുടെ ഫോണിൽ എന്നോട് നടത്തിയ ചാറ്റിലെ തീയതിയും സമയവും കൃത്യമായി ഇതിലുണ്ട്. ആ സമയത്ത് എൻ്റെ ഫോൺ നിൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ ഭാര്യയുമായി ചാറ്റ് ചെയ്തത് നീ തന്നെയാണ്. അരുണിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ അവൾ പതറിപ്പോയി. ഇപ്പോൾ മര്യാദക്കെല്ലാം തുറന്നു പറഞ്ഞു, അതോ സത്യം അറിയാൻ വേണ്ടി നിന്നെ ഞാൻ ഇവിടെ വെച്ച് തന്നെ തീർക്കണം? അവൻ അവൾക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകി. അവൻ്റെ കണ്ണുകൾക്ക് ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഐ ആം സോറി. ദയവായി എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എല്ലാം തുറന്ന് പറയാം. നിങ്ങളെന്നെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിങ്ങളെന്നെ ഒന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒത്തിരി ശ്രമിച്ചു. എന്നിട്ടും നിങ്ങൾ എന്നെ വകവെച്ചതേയില്ല. പാർട്ടിൽ വെച്ച് നിങ്ങളുമായി ഒന്നാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഡ്രിങ്കിൽ വയാഗ്ര ഗുളികകൾ കലർത്തിയത്. എന്നിട്ടും നിങ്ങൾ എനിക്കൊരവസരം തന്നില്ല. അങ്ങനെ അവസരത്തിനായി കാത്തിരിക്കുമ്പോഴാണ് നിങ്ങളുടെ വൈഫിൻ്റെ മെസ്സേജിന് കാണുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ പ്രശ്നമുണ്ടാക്കണം എന്ന് കരുതിയാണ് നിങ്ങൾക്ക് പകരം ഞാൻ അവളോട് ചാറ്റ് ചെയ്തത്. അങ്ങനെ ചെയ്താൽ എനിക്ക് വീണ്ടും ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ കരുതി. ഇത് കേട്ടാൻ പല്ലിറമ്പിക്കൊണ്ട് നീയായിരുന്നു അതും എന്ന് ചോദിച്ച് അവളുടെ നേരെ അടുത്തു. എന്നോട് ക്ഷമിക്കണം, ദയവായി എന്നോട് ക്ഷമിക്കണം. അവൾ കെഞ്ചി. അവളടിക്കാൻ പോലും കൈ തൊടേണ്ടി വരുമല്ലോ എന്നോർത്ത് അവൻ അറപ്പ് തോന്നി. അവൻ ദേഷ്യത്തോടെ ആക്രോശിച്ചു. ഇറങ്ങിപ്പോകൂ. ഇനി ഒരിക്കലും എൻ്റെ ഓഫീസിൻ്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടു പോകരുത്. അരുണിൻ്റെ ദേഷ്യം പരിധി വിടുന്നതിന് മുമ്പ്
തന്നെ അവൾ അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു. അവൻ തൻ്റെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് അവിടെയുണ്ടായിരുന്ന സോഫയിലിരുന്ന് നിരാശയോടെ പിറുപിറുത്തു. എൻ്റെ വൈഫ് എവിടെയാണെന്നോ എന്താണെന്നോ പോലും എനിക്കറിയില്ല. എവിടെ അങ്ങ് തിരയും അവളെ. ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വീട്ടിലേക്ക് സംസാരിച്ചത്. എനിക്കറിയാം സാർ. അരുൺ അവളെ വിശ്വസിക്കാനാത്ത വിധം അത്ഭുതത്തോടെ നോക്കി. 2 മണിക്കൂറിന് ശേഷം എന്തു ഉറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ട് അവൾ എന്തൊക്കെയോ ആലോചിച്ച് ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. പക്ഷെ പെട്ടെന്ന് ഡോർ ബെല്ലടിച്ചതോടെ അവളുടെ ചിന്തകൾക്ക് തടസ്സം നേരിട്ടു. അവൾ ഒട്ടും താല്പര്യമില്ലാതെ ബെഡിൽ നിന്നിറങ്ങി ലിവിംഗ് റൂമിലേക്ക് നടന്നു. ഈ സമയത്ത് ആരായിരിക്കും? അവൾ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും ബെല്ലടിച്ചു. ഒരു നെടുവീർപ്പോടെ അവൾ വാതിലിനടുത്തേക്ക് ചെന്നത് തുറന്നു. പക്ഷേ വന്നയാളെ കണ്ടതും അവളുടെ മുഖത്തെ ഭാവങ്ങളെല്ലാം പാടെ അപ്രത്യക്ഷമായി. എന്തു പ്ലീസ്, നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വാ. എനിക്ക് നിന്നെ വേണം, നമ്മുടെ കുഞ്ഞിനെയും വേണം. അവൻ്റെ കണ്ണീർ അടങ്ങുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവൾ ഒരു മറുപടിയും നൽകിയില്ല. ഉടനെ തന്നെ തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ അവളെ കെട്ടിപ്പിടിച്ചു. എന്നാൽ അവൾ അവനെ തന്നിൽ നിന്ന് ദൂരേക്ക് തള്ളി മാറ്റി. ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടെ അവൾ അവൻ്റെ നേരെ നോക്കി പറഞ്ഞു, ഷട്ടപ്പ്. ഞാൻ വെറുമൊരു കയർ ഭാര്യ മാത്രമാണെന്നും എൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കില്ലെന്നും അന്ന് പറഞ്ഞതല്ലേ. ഇപ്പോൾ നീ എന്നെ വെച്ച് കളിക്കുകയാണോ? ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അന്ന് ശാലിനി നിന്റെ കൂടെ ചാറ്റ് ചെയ്ത് ഞാനല്ല. അത് കേട്ട് അവളും അത്ഭുതപ്പെട്ടു. എന്നെ വിശ്വസിക്കും. നിന്നെ ഞാൻ ഒരു കോൺട്രാക്ട് മാരേജ് ചെയ്തതായിരിക്കാം. പക്ഷെ നമ്മുടെ ഈ ബന്ധം ഉറപ്പെടുത്താൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എനിക്കെൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഇട്ടുപോവാൻ കഴിയില്ല. ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്തു. കല്യാണത്തിന് ശേഷം ഞാൻ നിന്നോട് ശരിക്കും പ്രണയത്തിലാവുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു. പക്ഷെ ഞാൻ നിന്നെ കല്യാണത്തിന് മുമ്പ് തന്നെ സ്നേഹിച്ചിരുന്നു, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അവൻ അത്ഭുതപ്പെട്ടു. ശരിക്കും? കണ്ണീർ കാരണം അവളുടെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ തൻ്റെ കൈകൾ ഇരുവശത്തേക്ക് നീട്ടി അവനെ അടുത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് തലയാട്ടി. അവൻ അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി.